അങ്ങനെ നമ്മുടെ ഇന്ത്യ ഫൈനലിൽ എൻ്റെ അമ്മു എന്തൊരു ത്രില്ലിംഗ് മാച്ചായിരുന്നു. ഞാൻ ശരിക്കും സത്യം പറയാൻ നന്നായിട്ട് പേടിച്ചറിയോ. നമ്മൾ ഇന്നത്തെ മാച്ചിൻ്റെ അകത്ത് കടപ്പെട്ടിരിക്കുന്നത് അതും സെക്കൻഡ് ഇന്നിങ്സ് സമയത്ത്. ഫസ്റ്റ് ഇന്നിങ്സിൽ കൺഫേം സഞ്ജു സാംസൺ. കാരണം വെച്ചാൽ സഞ്ജു സാംസന്റെ ആ ഒരു 89 റൺസാണ് നമ്മൾ 250 എന്ന് പറഞ്ഞ വലിയ സ്കോറിലിട്ട് നമുക്ക് എത്താൻ പറ്റിയതും. അതിന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് ശിവൻ ദുബെ അടിച്ച സ്കോർ ആണെങ്കിലും ഇഷാൻ കിഷൻ അടിച്ചതാണെങ്കിലും ഹർദിക് പാണ്ഡ്യ അടിച്ചാണെങ്കിലും തിലക് വർമ്മയുടെ ഒരു ഗംഭീര നോക്കാണെങ്കിലും ഇവരൊക്കെ ആ ഒരു ടീം ടോട്ടൽ ആക്കാൻ വേണ്ടി അവർ അടിച്ച് തകർത്തായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് നമ്മൾ ബോൾ ചെയ്ത സമയത്ത് നന്നായിട്ട് തന്നെ എല്ലാ ബോളേഴ്സും അടി വാങ്ങുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാണുന്ന സമയത്തില്ലേ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയത്. അതായത് നമ്മൾ ഈ 250 ടോട്ടലൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ആ മാച്ച് ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ഈസി ആയിട്ട് ജയിക്കും, നമ്മൾ അങ്ങനെ ഒരു ഫീലിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് വേൾഡ് ക്ലാസ് ബൗളേഴ്സ് ഉണ്ട്, ടോപ്പ് റാങ്കിങ്ങിലുള്ള ബൗളേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റേജിൻ്റെ അകത്തുനിന്ന് ഇവരിങ്ങനെ അടിച്ച് അങ്ങ് എത്തിയിട്ട് അവസാനം 7 റൺസിൽ നമ്മൾ ജയിച്ചപ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ഒരു കുറച്ച് നേരത്തേക്ക് ഇത് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നുള്ളൊരു ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. സന്തോഷം ഒരുപാടുണ്ട്, കാരണം നമ്മൾ ഇന്ത്യ ഫൈനലിൽ എത്തി. പക്ഷെ സങ്കടം എന്ന് പറയുന്നത് നമ്മൾ ഇതിലും നന്നായിട്ട് ജയിക്കേണ്ടതായിരുന്നില്ല ഇന്നത്തെ മാച്ച് എന്നുള്ള. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ബാറ്റിംഗിൽ ഓൾറെഡി പറഞ്ഞു ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സഞ്ജു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. കാരണം എന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് 2 മാച്ച്, അത് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാച്ചിൽ സഞ്ജുവിന്റെ നോക്ക്. കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ 97 നോട്ട് ഔട്ട്, ഈ മാച്ചിൽ 89 റൺസ്, അതും ചെറിയ ബോൾസിൽ 42 ബോൾ അങ്ങനെ എന്തോ ബോൾ എടുത്തുള്ളൂ. അപ്പൊ അത്രയും ബോൾസിൽ നമ്മൾ ആ ഒരു ടോട്ടലിനെ ഗംഭീരാക്കി ആക്കാൻ പറ്റിയ സഞ്ജുവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ വലുത് തന്നെയാണ്. പക്ഷെ ബോളിംഗ് സമയത്ത് ജസ്പ്രീത് ബുംറ, നമ്മുടെ ഒരേ ഒരു ബുംറ തകർത്തടുക്കിയ അവസാനത്തെ ആ ഒരു 2 ഓവർ, 16-ാമത്തെയും 18-ാമത്തെയും ആ ഒരു 2 ഓവർ ശരിക്ക് നമ്മൾ അവിടെയാണ് കളി ഒന്ന് നമ്മളെ കയ്യിലോട്ട് തിരിച്ചു വരുന്നത് കണ്ടത്. പിന്നെ അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ ഫീൽഡർ. കാരണം അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ ബോളിംഗ് ഓൾറൗണ്ടർ നമുക്കറിയാം. ചില സമയങ്ങളിൽ ബാറ്റിംഗിൽ മാജിക് കാണിക്കാറുണ്ട്, ബോളിംഗിൽ മാജിക് കാണിക്കാറുണ്ട്. ഇന്ന് വിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഫീൽഡറായിട്ട് ഒരു ക്യാച്ച് ഉണ്ടല്ലോ, ഓടി 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 പോയിട്ട് ആ ഒരു ക്യാച്ച് വീണെടുത്തതും, പിന്നെ അതുപോലെ തന്നെ ബൗണ്ടറി ലൈനിൽ നിന്ന് തട്ടിയിട്ട് നേരെ ഏകദേശം പിടിച്ചിട്ട് നേരെ ശിവൻ ദുബെയുടെ കയ്യിൽ കൊടുത്തതും, അവിടെ ആ ഒരു ഫീൽഡിംഗ് എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ 19-ാമത്തെ ഓവർ ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ ഓവർ. കാരണം 12 ബോൾ 39 റൺസ് ജയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ എത്തിയ സമയത്തായിരുന്നു ഹർദിക് പാണ്ഡ്യ ആ ഒരു ഓവർ എറിഞ്ഞതും. ആ ഓവറിൽ 9 റൺസേ കൊടുത്തുള്ളൂ. അവിടെയാണ് നമ്മൾ കളി എഗെയിൻ നമ്മളെ കയ്യിലോട്ട് തിരിച്ചു വന്നത്. കാരണം ആ ഒരു 9 റൺ അവിടെ കൊടുത്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഓവറിലിട്ട് 30 റൺ, 6 ബോളിൽ 30 റണ്ണ് ചെറിയൊരു പ്രഷർ അവിടെ പോയല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൗളിംഗ് നമ്മൾ നന്നായിട്ട് തന്നെ അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്ത് പറയേണ്ടത് അർഷദീപ് സിംഗ് 4 ഓവറിൽ 51 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 61 റൺസോ 60 സംതിങ് റൺസ്. അതൊന്നും പറയണ്ട. അത് എന്ത് പറ്റി എന്നുള്ള സംഭവം അറിയില്ല. നമ്മളെ ഈ T20 വേൾഡ് കപ്പിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും ലീഡിംഗ് വിക്കറ്റ് ടേക്കർ ആണ് വരുൺ ചക്രവർത്തി. പക്ഷെ അതേസമയം ഇത്രയും റൺസും ഇന്ന് കൊടുക്കുകയും ചെയ്തു. അതിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ശരിക്ക് നമ്മൾ നല്ലൊരു ബാറ്റിംഗ് ടീമാണ്, ബോളിംഗ് ടീമും നമ്മളാണ്. എവിടേക്കോ നമുക്ക് നല്ല മുത്തും പവിഴൊക്കെ ഉണ്ട്, പക്ഷെ എവിടേക്കോ നമ്മളെ കയ്യിൽ നിന്ന് പോവാറുണ്ട് എന്നുള്ളത് ഈ ഒരു മാച്ചിലല്ല, ഇതിന് മുന്നേയുള്ള കുറെ മാച്ചസിൽ നമ്മൾ കണ്ടതാണ്. അത് ഞാൻ ഇതിന് മുന്നേയുള്ള ഓരോ മാച്ച് ജയിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പം ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കുന്ന സമയത്താണെങ്കിൽ പോലും, USA കൂടെ കളിച്ച സമയത്താണെങ്കിൽ പോലും, അത് കഴിഞ്ഞ് നോക്കൌട്ട് സ്റ്റേജിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു സ്ഥലത്ത് എവിടെയോ 1-2 സ്ഥലത്ത് വീക്ക് പോയിന്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഓവറിൽ ശിവൻ ദുബെ കൊടുത്തിട്ട് ഏകദേശം 22 റൺസ് ഒരു ഓവറിൽ. എന്തോ ഭാഗ്യം കുറച്ചും കൂടി റണ്ണ് നമ്മൾ എടുത്തത് കൊണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെന്ന് വിധി വേറെ ആയിരുന്നേ. പക്ഷെ എന്തായാലും നമ്മളങ്ങനെ ഫൈനലിലോട്ട് കിടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബൗളിങ്ങിലെ കുറച്ച് പാഴ്ചകൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിൽ നമ്മൾ പൊളിയാണ്, ഒന്നും പറയാനില്ല. കാരണം അത്രയും സ്കോർ നമുക്ക് എടുക്കാൻ പറ്റി. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ജയിക്കുകയും ചെയ്തു. പിടിച്ചു നിർത്താൻ പറ്റുന്ന 1-2 ബൗളേഴ്സും നമുക്കുണ്ട്. അതിൽ എക്സ്പീരിയൻസ് ബൗളേഴ്സ് ആയിട്ടുള്ള ഹർദിക് പാണ്ഡ്യ ആണെങ്കിലും ജസ്പ്രീത് ബുംറ ആണെങ്കിലും അതുപോലെ അക്ഷർ പട്ടേൽ ആണെങ്കിലും. പക്ഷേ ചില സമയത്ത് നമ്മൾ അടി വാങ്ങുന്നതും ഒന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ മാച്ച് ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ജയിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ജയത്തിന് മധുരം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. പക്ഷേ നമ്മൾ അപ്പുറത്തെ ടീമിനും ഇംഗ്ലണ്ടിനെ പൊരുതി തോറ്റു തന്നെ പറയാം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ജേക്കബ് ബേത്തൽ 103 റൺസ് 100 സംതിങ് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. ഗംഭീര അടിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ്. അതുപോലെ തന്നെ വിൽ ജാക്സ് അവിടെ പിടിച്ചു നിന്ന് നല്ല രീതിയിൽ കളിക്കുകയും ചെയ്തു. നമ്മുടെ ഇന്നത്തെ മാച്ചും സെമി ഫൈനലും സഞ്ജു ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് ആസ് എ മലയാളി. അപ്പൊ എന്തായാലും ആ ഒരു കൺസിസ്റ്റൻസി സഞ്ജു ഇനിയും തുടരട്ടെ. കാരണം സഞ്ജു ഇതുവരെ 4 മാച്ചേ കളിച്ചിട്ടുള്ളൂ. 4 മാച്ചിൽ ഫസ്റ്റത്തെ 2 മാച്ച് ഒരു ഗംഭീര തുടക്കം കൊടുത്തിട്ട് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റി. 20 സംതിങ് റൺ എടുത്തുള്ളൂ, പക്ഷെ നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് അടിച്ചത്. അതിനുശേഷമുള്ള 2 മാച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് 50 അടിക്കാനും പറ്റി. അതും വെറും 50 അല്ല, 97 നോട്ട് ഔട്ട്, 89 റൺസ്, അങ്ങനെ അടുപ്പിച്ച് ഏകദേശം 100 അടുപ്പിച്ചുള്ള 2 നോക്ക്.
സഞ്ജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇത് ഫൈനലിലും തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന, അത് നമുക്കൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം സഞ്ജു സാംസൺ 2024 എല്ലാ മാച്ചിലും, വേൾഡ് കപ്പിലെ എല്ലാ മാച്ചിലും ബെഞ്ചിലിരുന്ന ആളാണ്. ഇത്തവണ ഒരു ചാൻസ് കിട്ടിയൊക്കെയാണ്. 4 മാച്ച് കളിച്ചു. 4 മാച്ചിന്റെ അകത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റൺസ് അടിച്ചിട്ടുണ്ട്. 200 മേലെ സ്കോർ ഓൾമോസ്റ്റ് ആയി. അതിനിടയിൽ കാണിക്കുന്നുണ്ടായിരുന്നു 100 മേലെയാണ് ബാറ്റിംഗ് ആവറേജ് സഞ്ജുവിന് ഇപ്പോൾ ഉള്ളത്. നല്ല സ്ട്രൈക്ക് റേറ്റും ഉണ്ട്. എല്ലാം കൊണ്ടും പൊളിയാണ്. 15 സിക്സോളം ഇതുവരെ അടിക്കുകയും ചെയ്തു. അപ്പൊ എന്തായാലും ഫൈനൽ അടിച്ചു പൊളിക്കണം, നമുക്ക് തകർക്കണം. എന്തായാലും ആ ഒരു ഫൈനൽ ബാച്ചിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പുറത്തെ ടീമും ഒട്ടും കുറവല്ല, ന്യൂസിലാൻഡാണ്. അവർ ജയിച്ചാണ് വരുന്നത്. നമുക്ക് എന്തായാലും അടുത്ത മാച്ച് ജയിക്കണം, നമ്മൾ കപ്പ് എടുക്കണം. ഇത്തവണ നമ്മൾ തന്നെ കപ്പ് എടുക്കണം. സഞ്ജു കളിച്ചുകൊണ്ടുള്ള നമ്മൾ ഇന്ത്യ കപ്പ് എടുക്കുന്ന സമയത്ത് അത് ഇരട്ടി മധുരമാണ്. അതായത് ഇന്ത്യക്ക് കപ്പ് കിട്ടുന്ന നമുക്ക് ഓൾറെഡി ഒരു മധുരമാണ്. ഇതിന്റെ കൂടെ സഞ്ജുവും കൂടി ഉള്ള ടീം, കളിക്കുന്ന ടീം കപ്പ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇരട്ടി മധുരമാണ്. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. ചെറിയൊരു ഇച്ചിരി ഒരു സങ്കടവും, അത്രേ ഉള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്നും നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്തുനിന്നും 250 ഉണ്ട് കേട്ടോ ബോർഡിംഗ് സമയത്ത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.